ലുതു: ഏയ് കൂടുതലൊന്നും ഇല്ല ചേട്ടായി, ഇഷ്ടമാണ്. നോക്കട്ടെ, പടച്ചോണുണ്ടേലും ഒന്നിക്കും, ഇല്ലേൽ എന്തേലും നടക്കും. ഞാൻ പോയി നിങ്ങൾക്ക് കട്ടൻ ചായ എടുക്കാം. അനൂപ്: അങ്ങനെ ആവട്ടെ സോദരി. വിവേക്: ഡേ, ഇവിടെ എന്തോന്ന് നാടകം നടക്കണ? അനൂപ്: അല്ല, ഒരു കൊളോക്കലി ഡയലോഗ് അടിച്ചതാണ്. വിവേക്: ചുമ്മാ അല്ല അവൻ നിന്നെ മണ്ടനെന്ന് പറഞ്ഞത്, മൊത്തം കോളമായി. വിജയ്: അനിയത്തി, മധുരം വേണ്ട, കടുപ്പം കൂട്ടി എനിക്കൊരെണ്ണം. ലുതു: എന്നാ കുറച്ച് മുളക് പൊടി കലക്കി തരട്ടെ. സണ്ണി: എടാ, അവൾക്ക് അരപ്പിരി പോയ കേസാണ്, നീ ഓർഡറൊന്നും പറയല്ലേ. വിജയ്: യോ, എന്നാ സാധാ പോലെ മതി. ലുതു: അതൊക്കെ. എല്ലാവരും മഴയും നോക്കിയിരുന്നു. ചിണ്ടൻ മഴ നനഞ്ഞിരുന്നു. ഇനി എന്താണ് മുന്നോട്ട് എന്നായിരുന്നു അവരുടെ ചിന്ത. വിജയ്: സഞ്ജീവ് ചേട്ടാ, നമ്മുടെ കാര്യം. സഞ്ജീവ്: ഒരു വഴിയുണ്ട്, നമുക്ക് നാളെ ഒരു ഇടം വരെ പോണം. വിജയ്: പോകാം. സണ്ണി: ചേട്ടായി, നമ്മളും വരണോ? സഞ്ജീവ്: വേണ്ട, നിങ്ങൾ എവിടെ ഇരിക്കെ, ഇല്ലെങ്കിൽ ലുതുവിന് കൂട്ടായിട്ട് ആരും കാണില്ല. ഒരു കാട്ടാന കഥ വിശ്വസിക്കാൻ മാത്രം മണ്ടനല്ല ഷേർഖാൻ. അവൻ വരും, നമ്മളെ തേടി വരും. അതിനു മുൻപ് ചില കാര്യങ്ങൾ നമുക്ക് ചെയ്തു തീർക്കാനുണ്ട്. പറഞ്ഞു തീർന്നതും അടുക്കളയിലേക്ക് പോയ ലുതുവിന്റെ അലർച്ചയാണ് കേട്ടത്. എല്ലാവരും ഞെട്ടിത്തരിച്ച നിമിഷം. എന്തായിരിക്കും അവിടെ സംഭവിച്ചത്? ചിണ്ടനും സഞ്ജീവും വിജയും അനൂപും വിവേകും സണ്ണിയും ഒരേപോലെ പേടിച്ച നിമിഷം. അവർ ആ അടുക്കളയിലേക്ക് പാഞ്ഞു. ഷേർഖാന്റെ വരവാണോ ആ അലർച്ചയുടെ പിന്നിൽ? ലുതുഫിയയ്ക്ക് എന്താണ് സംഭവിച്ചത്? ഇരുട്ടിന്റെ മറനീക്കി ഓടിയെത്തിയ അവർ കണ്ടത് പേടിച്ചു നിൽക്കുന്ന ലുതുവിനെ ആയിരുന്നു. സണ്ണി: എന്താടി പറ്റിയേ? മുന്നോട്ട് കൈചൂണ്ടി വിറയ്ക്കുന്ന ശബ്ദത്തിൽ അവൾ പറഞ്ഞു. ലുതു: ദേ, അവിടെ അവിടെ. സണ്ണി: അവിടെ എന്തോന്ന്? അയ്യേ, ഈ ഉണക്ക രണ്ട് പാറ്റിയെ കണ്ടതിനാണോ ഇത്രയും ഒച്ച വെച്ചത്? അയ്യേ അയ്യേ. അനൂപ്: പാറ്റിയെ ഇത്രയ്ക്ക് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, വല്ല ചിലന്തിയാണേലോ ഒക്കെ. വിജയ്: ഷോ, ദുരന്തൻ. ലുതു: അല്ല, അത് പാറ്റയല്ല. സണ്ണി: പാറ്റയല്ലാണ്ട് പിന്നെ എന്തോന്ന്? അടുക്കളയിൽ അന്യഗ്രഹ ജീവി വന്നാ? വിവേക്: അളിയാ, പണി പാളി കേട്ടാ. വിജയ്: എന്താടാ, പാറ്റയല്ലേ അപ്പോ? വിവേക്: നീ അവന്റെ പുറകോട്ടൊന്ന് നോക്കിക്കേ, ശബ്ദമുണ്ടാക്കല്ലേ, പതിയെ നോക്ക്. വിവേക് പറഞ്ഞത് കേട്ട് സണ്ണിയുടെ കാലിന്റെ പുറകിലായി നോക്കിയ വിജയ് ഞെട്ടിപ്പോയി. ഉഗ്രനൊരു പാമ്പ്. വിജയ്: സഞ്ജീവേട്ടാ, ലെവന്റെ കാര്യം തീരുമാനമായിട്ടോ? സഞ്ജീവ്: ഞാനും കണ്ടടാ. സണ്ണി: ഇതെന്തുവാടേ, പാറ്റയെ കണ്ട എല്ലാറ്റിന്റെയും കിളി പോയാ? നീയെങ്കിലും പറയടി, പാറ്റയല്ലാതെ എന്തു കുന്തമായെന്ന്. പാമ്പ് നന്നേ ഒന്ന് ചീറ്റി. സണ്ണി: എന്തുവാടേ, സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണോ അവന്റെയൊക്കെ ശൂശു ആക്കൽ? ഇത് പറഞ്ഞപ്പോൾ ചിണ്ടൻ സണ്ണിയെ തുറിച്ചു നോക്കി. സണ്ണി: നീ എന്തുവാടാ പാണ്ടിലോറി കണ്ട തവളയെപ്പോലെ കിടന്ന് പെരുകുന്നേ? ആ നോട്ടത്തിൽ വല്ലാത്തൊരു ഫീലുണ്ടായ സണ്ണി വിക്കി വിക്കി ചോദിച്ചു, എന്താടാ, എന്താ? നിമിഷ നേരം കൊണ്ട് അരയിൽ വെച്ചിരുന്ന കത്തിയെടുത്ത് ചിണ്ടൻ സണ്ണിയുടെ കാലിന്റെ ഇടയിലൂടെ ഒറ്റ ഏറ് വെച്ചു കൊടുത്തു. പടമെടുത്തു നിന്ന പാമ്പിന്റെ നേരെ ലക്ഷ്യം വെച്ച ആ ഏറ് കൃത്യസ്ഥാനത്ത് തന്നെ കൊണ്ടു. കഥയറിയാതെ ആട്ടം കണ്ട പൊട്ടനായി നിന്ന സണ്ണി ചിണ്ടൻ തന്റെ ട്രാൻസ്ഫോമർ എഴിഞ്ഞു തകർത്തേ എന്ന് അലറിക്കൊണ്ട് കത്തിയേറി കിട്ടിയ പാമ്പ് വീഴും മുന്നേ നിലത്ത് വീണു. എന്നിട്ട് തിരിഞ്ഞു നോക്കിയ സണ്ണി നെഞ്ചിൽ കത്തി മെഡലായി കിട്ടിയ പോലെ നിൽക്കുന്ന പാമ്പിനെ കണ്ടിട്ട് അലറി വിളിച്ചു, യോ, പാമ്പ്, പമ്പ്, എന്റെ അമ്മോ. അനൂപ്: പമ്പല്ലടാ, സെപ്റ്റിക് ടാങ്ക്, ഇങ്ങോട്ട് എണീറ്റ് മാറട പുല്ലേ. സണ്ണി: കത്തി എറിയുമ്പോ കാരണം പറഞ്ഞുവിടടാ തെണ്ടി. വിജയ്: ഇനി അവന്റെ മെക്കിട്ട് കയറാൻ ചെല്ല്, അവൻ അത് എറിഞ്ഞത് കൊണ്ട് പാമ്പ് ആസനം കടിച്ചോണ്ട് പോയില്ല. സണ്ണി: എന്നാലും വല്ലാത്ത ചെയ്ത്തായി പോയി. അനൂപ്: കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ, ഇനി ബാ, എണീക്ക്. അപ്പൊ പേടി മാറി ചിരിയോട് ചിരിയായിരുന്നു ലുതുഫിയ. സണ്ണി: ചിരിയടി ചിരി, ഞാനിപ്പോ ചത്തേനെ. ലുതു: സണ്ണി: ആമയല്ലടി, മുയല്. വാടാ, പുറത്തോട്ട് പോയിരിക്കാം, ഇനി ഇവിടെ എന്തിനാ നിൽക്കുന്നേ? ചിണ്ടൻ: ഞാനിതിനെ എടുത്ത് പുറത്തേക്ക് കളഞ്ഞിട്ട് വരാം. സണ്ണി: ശരി മാമാങ്ക തലൈവാ, വന്നിട്ട് അങ്ങയുടെ കളരിപ്പയറ്റ് കൂടി ഒന്ന് കണ്ടാൽ കൊള്ളാമെന്നുണ്ട്. സഞ്ജീവ്: കത്തി എറിഞ്ഞപ്പോഴേ മുള്ളിയ നീയാണ് ഇനി കളരിപ്പയറ്റ് കാണാൻ പോകുന്നത്, മിണ്ടാണ്ട് വാടാ ഇങ്ങോട്ട്. ചിണ്ട,
നീ അതിന്റെ കാര്യം ഒരു തീരുമാനമാക്കിയിട്ട് വാ. അങ്ങനെ എല്ലാവരും കൂടെ പുറത്തേക്ക് ഇറങ്ങിയിരുന്നു. സഞ്ജീവ്: നാട്ടിലായിരുന്നുവെങ്കിൽ നിങ്ങളൊക്കെ എന്താ ചെയ്യുന്നേ? വിജയ്: എന്തു ചെയ്യാൻ? പാർട്ടി, കൊടിപിടുത്തം, അടിപിടി, സമരം, സേവനം, അങ്ങനെ പലതും അല്ലടാ. സഞ്ജീവ്: ഓ, അപ്പൊ പാർട്ടിപരമായ എന്തൊക്കെ ചെയ്യാറുണ്ട്? സണ്ണി: പാവങ്ങളെയൊക്കെ ഒന്ന് സഹായിക്കും. ലുതു: ഉവ്വേ, എന്നിട്ട് നോക്കുകൂലി ചോദിക്കും. സണ്ണി: എന്നാലും നമ്മൾ സായിപ്പിനും മദാമയ്ക്കും ജയ് വിളിക്കാൻ പോകാറില്ല. ലുതു: ഓ പിന്നെ, സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും വഴിക്ക് പോയിട്ട് സ്വാതന്ത്ര്യം വാങ്ങി തന്നതുകൊണ്ട് ഇങ്ങനെ നോക്കുകൂലിയും വാങ്ങി ജീവിക്കാൻ പറ്റുന്നു നിങ്ങൾക്കൊക്കെ. സണ്ണി: അയ്യടി, അടി എന്ന് എഴുതി വച്ചാൽ അഹിംസാക്കി ജയ് എന്ന് എഴുതി വെച്ചിട്ട് കണ്ടം വഴി ഓടുന്ന ടീംസാണ് നിങ്ങൾ. സഞ്ജീവ്: എന്റെ അമ്മോ, മതിയേ, ഇത് ടിവിയിൽ കാണുന്ന ചാനൽ ചർച്ച കണക്കായല്ലോ. കമ്മ്യൂണിസ്റ്റ്, കോൺഗ്രസ്, കൂട്ടകടി. എന്താടേ, വിവേകിനും അനൂപിനും പാർട്ടി പ്രവർത്തനമൊന്നുമില്ലേ? അനൂപ്: നമ്മൾ പണ്ടേ കമ്മ്യൂണിസ്റ്റ് ആണേ. സഞ്ജീവ്: അപ്പൊ ഇവനോ? വിവേക്: എനിക്കങ്ങനെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. സണ്ണി: എങ്ങനെ പറയും? പാവങ്ങളെ സഹായിക്കാൻ പോയിട്ട് തെറികേട്ട ആളാണിവൻ. സഞ്ജീവ്: തെറിയോ? അതെന്താ? സണ്ണി: ഇവൻ ഇടക്കാലത്ത് വെച്ച് ഭയങ്കര സേവന പ്രവർത്തനമായിരുന്നു. ആളുകളൊക്കെ കുറെ സപ്പോർട്ടും ചെയ്തു. പക്ഷേ അളിയൻ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടു സേവനത്തെക്കുറിച്ച്. അതോടെ നാട്ടുകാർ കീറി ഒട്ടിച്ചു. സഞ്ജീവ്: അത് കൊള്ളാലോ. എന്ത് പോസ്റ്റാ ഇട്ടത്? സണ്ണി: വിശക്കുന്നവന് അന്നം കൊടുത്തിട്ട് ഒരു ഹിന്ദു പോലും പട്ടിണി കിടക്കരുത് എന്നൊരു പോസ്റ്റ്. അതോടെ അവന്റെ ആപ്പീസ് പൂട്ടി. വിവേക്: ഒരു അബദ്ധം, അത് ആർക്കും പറ്റും. തുടക്കത്തിലൊക്കെ നല്ല കയ്യടി കിട്ടിയ പോസ്റ്റായിരുന്നു അത്. വിജയ്: പിന്നെ കയ്യും കാലുമൊക്കെ സ്റ്റിക്കർ വെട്ടിയെടുക്കും പോലെ എടുക്കുമെന്നായിരുന്നു സപ്പോർട്ട് ചെയ്തവർ ഒന്ന് പറഞ്ഞത്. വിവേക്: അത് ഈ ഹേറ്റേഴ്സ് അല്ലേ, അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. അനൂപ്: അയ്യന്റെ മോനെ, നിനക്കും ഹേറ്റേഴ്സോ? സണ്ണി: ഡേ, ചേത്തുള്ള നാട്ടുകാര് കാര്യം പറഞ്ഞ് മനസ്സിലാക്കുമ്പോൾ അവരെ ഹേറ്റേഴ്സ് എന്ന് വിളിക്കരുത് കേട്ടാ. സഞ്ജീവ്: അപ്പൊ ഈ തമ്മിൽ വെവ്വേറെ പാർട്ടിയായി നിങ്ങളെല്ലാം എങ്ങനെ ഫ്രണ്ട്സായി? വിജയ്: പലരും പല പ്രസ്ഥാനമാണെങ്കിലും ഫ്രണ്ട്സ് ആകാൻ പാർട്ടി നോക്കേണ്ട കാര്യമില്ലല്ലോ സഞ്ജീവേട്ടാ. സഞ്ജീവ്: അത് ശരിയാ. സണ്ണി: അല്ല സഞ്ജീവ് ചേട്ടാ, കുറെ നേരമായല്ലോ ചോദിക്കുന്നു, നിങ്ങളേത് പാർട്ടിയാണ്? ലുതു: കണ്ടാൽ അറിയില്ലേ, പുള്ളി ഗാന്ധി മാർഗമാണ്. സണ്ണി: എടി, നീ എങ്ങനെ പറഞ്ഞ് മെമ്പർഷിപ്പ് എടുപ്പിക്കാൻ നോക്കണ്ട. ലുതു: നീ പോടാ പേടിത്തൊണ്ട. സഞ്ജീവ്: അയ്യോ, ഇനി വഴക്ക് വേണ്ട അതിന്റെ പേരിൽ. പാർട്ടി അങ്ങനെ ഒന്നും ഞാൻ നോക്കിയിട്ടില്ല ഇന്നുവരെ. പിന്നെ കയ്യിലുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഒരു നേരത്തെ അന്നം കൊടുക്കാൻ നോക്കും. അതിന് കൊടിയുടെ നിറമോ ഉയരമോ നോക്കാറില്ല. നോക്കിയിട്ടും കാര്യമില്ല. ഈ ഭൂമിയിൽ ജനിച്ചു മരിക്കുന്നത് വരെ എല്ലാരെയും സന്തോഷപ്പെടുത്തി അങ്ങ് ജീവിക്കണം. 10 പാർട്ടിയിലുള്ള കൂട്ടുകാരുണ്ടായാലും നമുക്ക് സംഭവിക്കേണ്ടത് എന്തായാലും സംഭവിക്കും. ആരെയും പിണക്കാതെ ജീവിച്ചാൽ നമ്മൾ നാളെ മരിച്ചാലും ഈ 10 പാർട്ടിയിലെ കൂട്ടുകാരും കരയും. അതല്ലേ നല്ലത്? സണ്ണി: അത് ശരിയാ ചേട്ടാ. സഞ്ജീവ്: ഓരോ പാർട്ടിക്കാരുടെയും ചോരയ്ക്ക് ഓരോ നിറമല്ല, എല്ലാം ഒന്നാണ്. അതുപോലെ തന്നെ ഓരോ മനുഷ്യന്റെയും ജീവന്റെയും വിലയും ഒന്നാണ്. ഇത് ഞാൻ പറഞ്ഞതല്ല. പണ്ട് ഞാൻ തെക്കോട്ടിമല എന്നൊരു സ്ഥലത്ത് പോയി. അവിടത്തെ ഊരുമൂപ്പൻ പുള്ളി പറഞ്ഞതാ. കേട്ടപ്പോൾ സത്യമാണെന്ന് തോന്നി. പക്ഷേ ഇന്നത്തെ കാലത്ത് അതൊന്നും ആരും നോക്കാറില്ല. വെറുതെ വെട്ടും കുത്തും കൊലയും തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ ഈ നഗരജീവിതമൊക്കെ മടുത്തു. ചിണ്ടൻ: എന്നാ സാറിങ് പോര്. സഞ്ജീവ്: അതാ ഞാനും ഇങ്ങനെ ജീവിക്കുന്നേ. എല്ലാവരും ജീവിതത്തിൽ അങ്ങ് അഭിനയിക്കുകയാണ്. ഒരു ദിവസം പകൽ മുതൽ രാത്രി വരെ എന്തിനോ വേണ്ടി കുറെ മനുഷ്യർ. ലുതു: ഞാനും ഓർക്കാറുണ്ട് എന്തിനാ ഇങ്ങനെ ഒരു ജീവിതമെന്ന്. സണ്ണി: ആ പോരട്ടെ, അടുത്ത ആളിന്റെ സാഹിത്യം പോരട്ടെ. ലുതു: സാഹിത്യമൊന്നുമല്ല, സത്യമാണ്. സണ്ണി: എന്റെ ദൈവം ജനിപ്പിച്ച് ഇങ്ങോട്ട് വിട്ടു. ഒരു നാൾ നമ്മളെല്ലാവരും തിരിച്ചു പോണം. ആണോ? അല്ലേ? അതുകൊണ്ട് കഴിയുന്നവരെയും ഹാപ്പി ആയിട്ട് ജീവിക്കണം. സഞ്ജീവ്: ഹാപ്പിയാകാൻ കഴിയാത്തവർ എങ്ങനെയാ ഹാപ്പിയാകുന്നേ? ഒന്ന് പറഞ്ഞു തരാമോ? സണ്ണി: കിട്ടാത്തത് മോഹിക്കാൻ നിൽക്കരുത്. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കണം. ഉദാഹരണം, നമ്മളിപ്പോൾ ബംഗ്ലാവിൽ കഴിയേണ്ടവരാണ്, എന്നിട്ടും നമ്മൾ ഈ കുടിലിൽ കഴിയുന്നില്ലേ? അതാണ്. സഞ്ജീവ്: മോഹിക്കുന്നത് കിട്ടാറില്ല, ശരിയാ. പക്ഷേ കിട്ടുന്നത് തട്ടിയെടുക്കാൻ നോക്കുന്നവരാണ് ചുറ്റും. വിജയ്: സത്യമാത്. സഞ്ജീവ്: നമ്മളിവിടെ കുറച്ചു കാലമൊക്കെ കാണൂ. നല്ല ഓർമ്മകൾ കിട്ടാൻ പ്രാർത്ഥിക്കാം.
ലുതു: ആ. സണ്ണി: കുറെ നേരമായല്ലോ അവളുടെ ഒരു ആം. നിനക്കെന്തുവാടി ആമവാദം പിടിച്ചോ? ലുതു: നീ പോടാ കൊരങ്ങ. സണ്ണി: കൊരങ്ങൻ നിന്റെ മറ്റവൻ. വിജയ്: ഒന്ന് നിർത്തിക്കേ, ഇതുങ്ങളുടെ അടി പിടിച്ചു മാറ്റാൻ തന്നെ സമയം പോരാതെ വരും. സംസാരം അങ്ങനെ രസകരമായി മുന്നോട്ട് പോയപ്പോൾ ആ കുടിലിന്റെ പിന്നിൽ നിന്നുമുള്ള വലിയ മലയോരത്ത് നിന്ന് ചെന്നായ്ക്കൾ കൂട്ടത്തോടെ ഓരിയിടാൻ തുടങ്ങി. എല്ലാവരും ഒരു നിമിഷം സംസാരം നിർത്തി അങ്ങോട്ട് പേടിയോടെ നോക്കിയിരുന്നു. എന്തായിരിക്കും ആ ഓരിയിടലിന്റെ ഉദ്ദേശം? സിരകളിൽ രക്തത്തോടൊപ്പം ഭയവും ഓടിയെത്തിയ ഭീകരമായ നിമിഷങ്ങൾ. സഞ്ജീവ്: എന്താ അത്? ചിണ്ടൻ: ഭയപ്പെടേണ്ട, അക്കരക്കാവിൽ മാടനിറങ്ങുന്ന സമയമായി. സണ്ണി: മാടനോ? ചിണ്ടൻ: അതെ, ചുടലമാടൻ. അത് വരുന്ന സമയത്ത് മനുഷ്യർക്ക് മാറിപ്പോകുവാനുള്ള അടയാളമാണ് ആ ചെന്നായ്ക്കൾ തരുന്നത്. സണ്ണി: മാറിയില്ലെങ്കിലോ? ചിണ്ടൻ: മാറണം, ഇല്ലെങ്കിൽ മരണം ഉറപ്പാണ് സാറേ. സണ്ണി: ഷോ, ഇതൊക്കെ എന്ത് തേപ്പാടാവേ, മാടൻ പോലും മാറിയില്ലെങ്കിൽ മരണമുണ്ടാവുമെന്ന്. എന്നാ പിന്നെ ആ മാടനെ വിളിച്ചിട്ട് തീവ്രവാദികളുടെ ഇടയിലോട്ട് അങ്ങ് ഇറക്കി വിട്ടാൽ പോരെ? സഞ്ജീവ്: സണ്ണിയെ, നിനക്ക് വിശ്വാസമില്ലെങ്കിൽ വേണ്ട, പക്ഷേ വിശ്വസിക്കുന്നവരെ പുച്ഛിക്കരുത്. സണ്ണി: എന്നാലും തള്ളുന്നത് എത്രാന്ന് വെച്ചാ കേട്ടു നിൽക്കുക. വിവേക്: നിനക്ക് കുപ്പി, സോഡ, അച്ചാറ് ഇതൊഴിച്ച് പുരാണം, ഐതിഹ്യം ഇതിനെക്കുറിച്ചൊക്കെ എന്തറിയാം? സണ്ണി: എടാ, അടിക്കണ കുപ്പിയിൽ പോലും ഒരു സത്യമുണ്ട്. പക്ഷെ ഇതിലൊന്നും എനിക്ക് വലിയ വിശ്വാസമേ ഇല്ല. പണ്ട് ഞാനും കുറെ പ്രേതത്തെ പിടിക്കാനൊക്കെ നടന്നത് തന്നെയാ. അനൂപ്: ഉവ്വ, അതിന്റെ ലോട്ടറി ലോർഡ്സ് ഹോസ്പിറ്റലിലെ ഡോക്ടർ പ്രശാന്തൻ സാറിനായിരുന്നു. 1.5 ആഴ്ചയല്ലേ പനിയും പിടിച്ച് കിടന്നത്. സണ്ണി: അത് പിന്നെ ഗുഡ് സ്പിരിറ്റ് വേഗം ബാ എന്ന് വിളിച്ചപ്പോ ഒരു കരിഞ്ഞ പൂച്ച എടുത്ത് എന്റെ മേപ്പോട്ട് ചാടിയതല്ലേ. എന്നാലും ഞാനത് പ്രേതമാണെന്ന് വിശ്വസിക്കില്ല. കാരണം ഞാൻ കരുതി അവിടെ ഈ പന്നി, പുലികളുടെയൊക്കെ ഏരിയയാണ്. ഇനി അങ്ങനെ വല്ലതും ആയിരിക്കുമെന്ന്. സാധാരണ എല്ലാവരും പ്രേതത്തെ വിളിച്ചു വരുത്താൻ വീട്ടിൽ റൂം അടച്ചിരുന്ന് ഷോ കാണിച്ചപ്പോൾ ധീരനായ ഞാൻ ആ കുറ്റിച്ചൽ കാട്ടിലെ ആളൊഴിഞ്ഞ ബംഗ്ലാവിൽ ചെന്ന് ഇരുന്ന് വിളിച്ചു. വിവേക്: അതുകൊണ്ട് ഈ പുച്ചിക്കണ നിന്നെ ഞങ്ങൾ സംഘടനാ ബേസുള്ള ആംബുലൻസിൽ കൊണ്ടുപോകാൻ പറ്റി. സണ്ണി: ഗുഡ് സ്പിരിറ്റിന് പകരം പൂച്ചയായിപ്പോയി, അത്രേ ഉള്ളൂ സംഭവം. പറഞ്ഞു തീർന്നതും വെടിപൊട്ടുന്ന പോലെ ഒരു ഒച്ച കേട്ടു. അത് കേട്ടതും ചിണ്ടൻ വല്ലാതെയായി. ചിണ്ടൻ: സാറേ, സാറേ, എണീക്ക്, ഇനി ഇവിടെ ഇരിക്കരുത്, അപകടമാണ്. വിജയ്: പിന്നെ എന്തു ചെയ്യും? എങ്ങോട്ട് പോകും? ചിണ്ടൻ: കുടിലിന്റെ അകത്തേക്ക് കയറിപ്പോ. സഞ്ജീവ്: എന്താടാ പ്രശ്നം? ചിണ്ടൻ: അത് മാടൻ, അതിന്റെ വരവ് ഇങ്ങോട്ടാണ്, വേഗം കയറിപ്പോ സാറേ. അപ്പോൾ കുടിലിന്റെ ഉള്ളിൽ നിന്നും ഒരാൾ: ഒന്ന് കയറിവായോ, എന്തിനാ ആവശ്യമില്ലാതെ ഷോ കാണിക്കുന്നേ? നോക്കിയപ്പോഴുണ്ട് അത് വേറെ ആരുമല്ല, നമ്മുടെ സണ്ണി. ലുതുഫിയ: ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ഇവൻ ഭയങ്കര പേടിത്തൊണ്ടനാണെന്ന്. സണ്ണി: പേടി കൊണ്ടല്ല, നമ്മൾ കാരണം ആ പാവപ്പെട്ടവന്റെ വീടും സ്ഥലവും ഇല്ലാതെയാക്കണ്ട എന്ന് കരുതി. സഞ്ജീവ്: എന്തായാലും എല്ലാരും ഉള്ളിലേക്ക് കയറിക്കോ. അവർ എല്ലാവരും ഒരുമിച്ച് കുടിലിന്റെ ഉള്ളിലേക്ക് കയറി. ചിണ്ടനായിരുന്നു ഏറ്റവും ഒടുവിൽ കുടിലിൽ കയറാൻ വേണ്ടി സഞ്ചരിച്ചത്. എല്ലാവരും കയറി എന്ന് ഉറപ്പുവരുത്തിയ ചിണ്ടൻ തന്റെ പൂജാമുറിയിൽ നിന്നും ഒരു തകിടെടുത്തുകൊണ്ട് വന്നു ആ കുടിലിന്റെ മുറ്റത്തേക്കിട്ടു. എന്നിട്ട് ഓടിക്കയറിയതും മുറ്റത്ത് പൊടുന്നനെ ഒരു വലിയ തീഗോളം പോലെ ഒന്ന് വന്ന് പതിച്ചു. എല്ലാവരും ആ കുടിലിന്റെ ഉള്ളിൽ നിശബ്ദരായി നിന്നു. വളരെ പതിയെ ശബ്ദം താഴ്ത്തി അവർ പരസ്പരം സംസാരിച്ചു. ചിണ്ടൻ കുടിലിന്റെ ആ ചെറിയ ജനൽ വഴി മുറ്റത്തേക്ക് നോക്കിയിരുന്നു. വന്നു വീണ തീഗോളം അതിന്റെ ശക്തിയിൽ ക്ഷയം സംഭവിച്ചു. അതണയാറായി. സഞ്ജീവ്: ചിണ്ട, എന്താ ഇതിന്റെയൊക്കെ അർത്ഥം? ചിണ്ടൻ: മിണ്ടരുത്, എല്ലാം മനസ്സിലാകും. പുറത്തേക്ക് കൈ ചൂണ്ടി അവൻ പറഞ്ഞു. എല്ലാവരും പേടിയോടെ അത് എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നോക്കി നിന്നു. പെട്ടെന്ന് കുടിലിന്റെ ഇടതുവശത്തായി ചങ്ങല ഇഴയുന്ന ശബ്ദം കേട്ടു. അത് വീടിന്റെ മുറ്റത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായിരിക്കും എന്ന അമ്പരപ്പോടെ അവർ എല്ലാം ആ കുടിലിൽ ഭയത്തോടെ കാത്തിരുന്നു. അവർ നോക്കിയിരിക്കവേ
ആ ചങ്ങലയുടെ ശബ്ദം അടുത്തടുത്തു വന്നു. പെട്ടെന്നത് കുടിലിന്റെ മുറ്റത്തേക്ക് വരുന്നതുപോലെ തോന്നി. പക്ഷേ ഒന്നും കാണാൻ കഴിഞ്ഞില്ല. ലുദു. എവിടെ പോയി അത്? വിവേക്. അതെവിടെയെങ്കിലും പോട്ടെ, വിളിച്ചു വരുത്തരുതേ. വിജയ്. എന്നാലും അതെന്തായിരിക്കും? സണ്ണി. മതി നോക്കിയത്, ഇനി ഞാൻ നോക്കാം എന്ന് പറഞ്ഞ് കുടിലിന്റെ ജനൽ മെല്ലെ തുറന്നു വെച്ചിരുന്നതിലൂടെ പുറത്തേക്ക് നോക്കി സണ്ണി അലറി. ആരടാ അവിടെ? ഓടറാവിടെന്ന്. പറഞ്ഞു തീർന്നതും പെട്ടെന്നൊരു തീജ്വാല പോലെ ഒരു ചങ്ങല ആ കുടിലിന്റെ മുറ്റത്ത് കിടന്ന ഒരു ജാക്കറ്റിൽ പതിച്ചു. കറുത്ത നിഴൽ പോലെ ഒരു രൂപം അലറി വിളിച്ചുകൊണ്ട് ആ ജാക്കറ്റ് ചങ്ങലയിൽ കോർത്തെടുത്തു. അതിനെ കീറിയെറിഞ്ഞു. ഇത്രയും കണ്ടപ്പോഴേ സംസാരിക്കാൻ കഴിയാതെ മരവിച്ച അവസ്ഥയിലായിരുന്നു സണ്ണി. ജനലിന്റെ അടുത്തുനിന്നും ചിണ്ടൻ പെട്ടെന്ന് സണ്ണിയെ പിടിച്ചു മാറ്റി. ആ ഭീകര സത്വം അലറി വിളിച്ചു. ആ അലർച്ചയിൽ ആ കാട് കുലുങ്ങി. രാത്രി പോലും പക്ഷികൾ കരയുന്ന ശബ്ദം കേൾക്കാനിടയായി. ഒരു നിമിഷത്തിന്റെ നോട്ടത്തിൽ അവർ എല്ലാവരും ആ സത്വത്തിനെ നേരിൽ കണ്ടു. ചുവന്ന കണ്ണുകൾ, പക്ഷിയുടേത് എന്ന് തോന്നിപ്പിക്കുന്ന മുഖം, 10 അടിക്ക് മുകളിൽ ഉയരം, കറുത്ത രൂപം, അതിന് ഒരു വാലുമുണ്ടായിരുന്നു. കൂർത്ത ചെവികളും, ഒറ്റനോട്ടത്തിൽ കണ്ടാൽ ആരെയും സ്തംഭിപ്പിക്കുന്ന രൂപാകൃതി. സഞ്ജീവ്. ഇനി എന്തു ചെയ്യും? ചിണ്ടൻ മിണ്ടരുത് എന്ന് ആംഗ്യഭാഷയിൽ കാണിച്ചു. മുറ്റത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന ആ രൂപം കുടിലിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ നോക്കി. പക്ഷേ ചിണ്ടൻ നിലത്തേക്ക് എറിഞ്ഞിരുന്ന ആ തകിടിന്റെ ശക്തിയെ തകർത്ത് ഉള്ളിലേക്ക് കയറുവാൻ അതിന് കഴിഞ്ഞില്ല. അത് വല്ലാതെ ദേഷ്യം പിടിച്ച മട്ടിൽ അലറി വിളിച്ചുകൊണ്ട് ചങ്ങല ആകാശത്തേക്ക് ചുറ്റിക്കറക്കി. അതിൽ നിന്നും തീനാളങ്ങൾ ഉണ്ടായി. ഒടുവിൽ ഭീമാകാരമായ ആ സത്വം ചിറകുകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മറവൻമല ലക്ഷ്യമാക്കി പറന്നകന്നു. അത് പോയെന്ന് മനസ്സിലാക്കിയ ചിണ്ടൻ വളരെ ദേഷ്യത്തിൽ സണ്ണിയോട് കയറി ചൂടായി സംസാരിച്ചു. ചിണ്ടൻ, ഇതൊന്നും കുട്ടിക്കളിയല്ല. ആ തകിടില്ലായിരുന്നെങ്കിൽ ഇന്ന് എല്ലാവരുടെയും മരണം രേഖപ്പെടുത്താമായിരുന്നു എന്ന് പറഞ്ഞു. ഇനി ഇമ്മാതിരി തോന്നിയവാസം കാണിക്കാനാണ് ഭാവമെങ്കിൽ നാളെ തന്നെ ഇവിടെ നിന്ന് താമസം മാറി പൊയ്ക്കോണം. സണ്ണിക്ക് അപ്പോഴും സ്വയം ബോധം തിരികെ കിട്ടിയിരുന്നില്ല. ചിണ്ടൻ അപ്പോഴേക്കും പൂജാമുറിയിൽ കയറി തങ്ങളെ രക്ഷപ്പെടുത്തിയ തമ്പുരാൻ സ്വാമിക്ക് മുമ്പിൽ വിളക്ക് കൊളുത്തി വെച്ചിട്ട് കഠിനമായി പ്രാർത്ഥിച്ചു. അപ്പോഴേക്കും പോയ ബോധം ഒരൽപ്പം തിരികെ കിട്ടിയ രീതിയിൽ സണ്ണി ആ കുടിലിന്റെ ഉള്ളിലെ വിശാലമായ ഒരു മുറിയിൽ ഇരുന്നു. മറ്റുള്ളവരും ഒപ്പമുണ്ടായിരുന്നു. ചിണ്ടൻ വന്ന് അവരോടൊപ്പം ഇരുന്നിട്ട് സഞ്ജീവേട്ട എന്ന് വിളിച്ചു. സഞ്ജീവ്. എന്താ? ചിണ്ടൻ. മാപ്പ്, ഞാൻ അപ്പോഴത്തെ ദേഷ്യത്തിൽ പറഞ്ഞു പോയതാ. സഞ്ജീവ്. ഹേയ്, അതൊന്നും സാരമില്ല, അവനത് ആവശ്യമായിരുന്നു. ചിണ്ടൻ. അതല്ല ചേട്ടാ, കാലങ്ങളായി ഈ മലയുടെ മുകളിൽ കൂടി, അതും അമാവാസി നാളുകളിൽ സഞ്ചരിക്കുന്ന ഒന്നാണ്. അതിനെ ഇന്ന് തീർത്തും അവഹേളിച്ച രീതിയിൽ പെരുമാറിയാൽ മരണമായിരിക്കും ഫലം. എന്നിട്ട് എല്ലാവരെയും നോക്കി ചിണ്ടൻ പറഞ്ഞു, ആരും പുച്ഛിക്കണ്ട. ഒരുപാടുണ്ട് അങ്ങനെ മരിച്ചവരുടെ കണക്കുകൾ. ഇന്നും ഈ കാട്ടിലെ സർവ്വ ആളുകൾക്കും പേടി അതിനെ തന്നെയാ. സണ്ണി. ചിണ്ട, സോറി, ഞാനത് വെറും കളിപ്പിക്കലാണെന്ന് കരുതി, അതാ. പെട്ടെന്ന് പുറത്ത് കുടിലിന്റെ വാതിലിൽ ആരോ ശക്തിയായി തട്ടുന്നു. എല്ലാവരും ഞെട്ടിത്തെറിച്ച നിമിഷങ്ങൾ. ആരായിരിക്കുമത്? തങ്ങൾ പരിഹാസപാത്രമായി കണ്ട ആ പക്ഷിമുഖമുള്ള ജീവിയാണോ? അതോ വേറെ എന്തെങ്കിലുമാണോ? എങ്ങനെയാണ് തിരിച്ചറിയുക? ഇരുട്ട് നിറഞ്ഞ ഈ കാടിന്റെ ഉള്ളിലാകുമോ ഞങ്ങളുടെ അന്ത്യം എന്നുവരെ ചിന്തിച്ചു പോകുന്ന വല്ലാത്ത ഒരുതരം മാനസികാവസ്ഥ. വരുന്നതെന്തായാലും നേരിടാൻ എല്ലാവരും തീരുമാനിച്ചു. അവരെല്ലാം ഒരുമിച്ചുകൊണ്ട് നേരെ ആ വാതിൽ ലക്ഷ്യമാക്കി നടന്നു. അടുത്തടുത്ത് ചെല്ലുന്തോറും മുട്ടിന്റെ ശക്തി കൂടിക്കൂടി വന്നു. എന്താണ് നടക്കാൻ പോകുന്നതെന്ന് അറിയാതെ സധൈര്യം ചിണ്ടൻ ആ വാതിൽ തുറന്നു.